CJP മാർച്ചിലെ സംഘർഷത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്നത് ഗുരുതരമായ കണ്ടെത്തലാണ്. സമാധാനപരമായ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അത്തരം ആയുധങ്ങൾ ഡൽഹി പോലീസ് ഉപയോഗിച്ചതിന്റെ തെളിവുകളും ഉണ്ട്. ബീഹാറിൽ പ്രതിഷേധിച്ച യുവാക്കൾക്കു നേരെ AK-47 ഉപയോഗിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതിഷേധത്തിനെത്തിയവരെ കലാപകാരികളായി ചിത്രീകരിച്ച ഇത്തരം മാരകായുധങ്ങൾ അവർക്കുമേൽ പ്രയോഗിച്ചതിൽ എന്ത് ന്യായീകരണമാണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത്? വിദ്യാർത്ഥികൾക്ക് നേരെ AK-47, പെല്ലറ്റ് എന്നിവ ഉപയോഗിച്ചതിൽ മോദി മാപ്പു പറയണ്ടേ എന്ന് നമ്മൾ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യത്താകമാനമുയർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വിവിധ സർക്കാരുകൾ നേരിട്ടത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. ഡൽഹിയിൽ അത് പെല്ലറ്റുകളായിരുന്നെങ്കിൽ ബീഹാറിലെത്തിയപ്പോൾ അത് AK-47 തോക്കുകളായി മാറി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഈ വിധം ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് ശരിയായ നടപടിയോ? ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് മാപ്പു പറയേണ്ടതില്ലേ? അവിടെ കാണിച്ചത് വളരെ തെറ്റായ നടപടിയാണ്. അതൊരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. അത് കാണിച്ചത് തെറ്റാണ്. പ്രധാനമന്ത്രി അതിൽ ഉത്തരവാദിത്വം പിന്നെ പ്രധാനമന്ത്രിക്കല്ലേ ഉത്തരവാദിത്വം? പ്രധാനമന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, പുള്ളിക്കാണ്. ആ നടപടി പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത പോലെ സർവീസിന് ഡിസ്മിസ് ചെയ്യണം. പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പുറം. പ്രധാനമന്ത്രി അറിയാമല്ലോ ഇന്നത്തെ സാഹചര്യം, വിദ്യാർത്ഥികളുടെ സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ E20 എന്ന് പറഞ്ഞിട്ട് പെട്രോളിന്റെ വിഷയം വരെ വന്നിട്ടുണ്ടല്ലോ. വളരെ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ എന്താ പറയുക, പോലീസുകാരെ ഡിസ്മിസ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കേണ്ട അത് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. സമരമൊക്കെ എന്ന് പറയുന്നത് ജനങ്ങളെ ഈ അടിച്ച് പിണക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കാര്യമാണ്. ജനങ്ങളോട് എല്ലാം സഹകരിച്ചു പോകുന്നതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഉറപ്പായിട്ടും മാപ്പ് പറയേണ്ട ആവശ്യമാണ്. വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാവി യുവതലമുറയാണ്. ഇന്ത്യയിലെ ഭാവി നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കേണ്ടത് യുവതലമുറയാണ്. അവരെ അടിച്ചമർത്തുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി അതിനെതിരെ പ്രതികരിച്ചത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കുട്ടികൾ ഒരു ഇതിനു വേണ്ടിയല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കുട്ടികളിപ്പോൾ സേഫ് എവിടെയാണല്ലോ, പിന്നെ ഇവിടുത്തെ പോലീസൊക്കെ ആണല്ലോ കുട്ടികളൊക്കെ നോക്കണ്ട, ടേക്ക് കെയർ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഓരെന്നെ ഇങ്ങനെ തിരിച്ച് കുട്ടികളെ ആക്രമിക്കുമ്പോൾ മോശമാണ്. നേരത്തെ കർഷകർ നടത്തിയൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം എടുത്തു പറയാൻ പറ്റുന്ന ലോകം ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു സമരമാണിത്. ഏറ്റവും വലിയ ഏകാധിപതിയായി ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഇനി വലിയ ആയുസ്സില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കേറെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. മാപ്പ് പറയാൻ വെച്ചാൽ അതിപ്പം എന്താ പറയുക, പ്രധാനമന്ത്രി ചെയ്തതിൻ്റെ ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് വിദ്യാർത്ഥികളോട് കാട്ടിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ പവറുള്ളവൻ എന്തും ചെയ്യാന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നല്ലോ. പിന്നെ വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക്കലി സമരം ചെയ്തു, അത് അവർ നേടിയെടുത്തു. അത് എന്തായാലും ഭരണകൂടത്തിനെതിരെയുള്ളൊരു തിരിച്ചടിയാണ്. നടന്ന സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഭാവിയിൽ വളരുന്നവരുടെ കുട്ടികളാണ്. ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്തില്ലെങ്കിൽ രാജ്യത്തിന് എന്തിനാണ് പ്രധാനമന്ത്രി? അതല്ലേ ഏറ്റവും കൂടുതൽ വേണ്ട. അതൊന്നും ശരിയായ പരിപാടിയല്ല. അങ്ങനെയല്ല, പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ആവശ്യമുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കില്ലല്ലോ. അങ്ങനെ പ്രതിഷേധിക്കാനല്ല, വേറെ ഒന്നുമല്ലല്ലോ. നമ്മൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം ഈ രാജ്യത്തുള്ള ഓരോ പൗരനും ഉള്ളതാണ്. അത് വോട്ടറാണോ അല്ലയോ എന്നുള്ളതല്ല. ഈ ഇന്ത്യയിൽ ജനിച്ചു വീണ എല്ലാവർക്കും മൗലിക അവകാശങ്ങൾക്കായിട്ട് ലഭിച്ച കാര്യമാണ് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശവും കൂടെ. ആ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കുന്നവരെ ചെറുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് പോളിസി ആവരുത്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ക്രൂരമായ പോലീസ് നടപടിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ശക്തമായ പ്രതിഷേധവും അമർഷവും ഉണ്ട് എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടണമെന്നും വിശദീകരണം നൽകണമെന്നും പ്രധാനമന്ത്രി മാപ്പു പറയണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം, കോഴിക്കോട്.